ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2023 പുറത്തിറങ്ങിയ ദി ലേഡി കില്ലർ എന്ന ബോളിവുഡ് സിനിമയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ രാജേന്ദർ എന്ന പേരുള്ള ഒരാളെ കാണിക്കുന്നു. ഇദ്ദേഹം തന്റെ സ്വന്തം നാട്ടിലേക്ക് യാത്ര ചെയ്ത് വരികയാണ്. ഇദ്ദേഹത്തിന് റോബോട്ട് എന്ന പേരുള്ള ഒരു സുഹൃത്തുണ്ട്. അയാൾ ഒരു പോലീസ് ഓഫീസറാണ്. ഹീറോ വരുന്നതിന് മുമ്പ് തന്നെ അയാൾ ആ സ്ഥലത്ത് വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹീറോ എന്തിനാണ് ഈ സ്ഥലത്തേക്ക് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ബിസിനസ് ആവശ്യത്തിനായി കുറച്ച് പണം ആവശ്യമുണ്ട്. അതിനായി നാട്ടിലുള്ള സ്വന്തം സ്ഥലം വിൽക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. എന്തിനാണ് ആ സ്വന്തം സ്ഥലം വിൽക്കുന്നത്? അതൊന്നും വേണ്ടാന്ന് റാവത്ത് പറഞ്ഞല്ലോ എന്ന് സുഹൃത്തും പറയുന്നുണ്ട്. അല്ലല്ല, ആ ലാബ് തുടങ്ങണമെങ്കിൽ എനിക്ക് പണം അത്യാവശ്യമാണ്, വിറ്റേ മതിയാകുമെന്ന് ഹീറോ പറയുന്നു. ശരി എന്ന രീതിയിൽ റാവത്തും അത് സമ്മതിക്കുന്നു. രണ്ടുപേരും അത് വിൽക്കുന്നതിനായി അവിടെ നിന്നും പോവുകയാണ്. ഇപ്പോൾ 9 മാസങ്ങൾക്ക് ശേഷം നടക്കുന്ന കാര്യങ്ങളാണ് നമ്മളെ കാണിക്കുന്നത്. ലാബ് ടെസ്റ്റ് ഒക്കെ ചെയ്താൽ ഈ നാട്ടിൽ നല്ല പണം വാങ്ങാറുണ്ട്. നമ്മൾ കുറഞ്ഞ പൈസയ്ക്ക് ചെയ്താൽ ഒരുപാട് സമ്പാദിക്കാം എന്ന് ഹീറോ ആലോചിക്കുന്നു. അതിനായിട്ടാണ് പ്രപ്പോസലൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. എന്നാലും ഇദ്ദേഹത്തിന് പണം ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ബാങ്കിൽ വന്ന് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഇതേ ബാങ്കിൽ ഗജ്ര എന്നൊരു സ്ത്രീയുണ്ട്. ഈ സ്ത്രീ ഹീറോയ്ക്ക് വലിയ സപ്പോർട്ടാണ് നൽകുന്നത്. നിങ്ങളെ വിശ്വസിച്ച് ലോൺ തരാം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷെ മാനേജർ ഉണ്ടല്ലോ, എടിപിടിന്ന് ലോൺ തരാൻ പറ്റില്ല, ഒരു 2 മാസം വെയിറ്റ് ചെയ്യേ എന്ന് പറയുന്നു. ശരി എന്ന രീതിയിൽ രാജേന്ദ്രൻ അത് സമ്മതിക്കുന്നു. ഗജ്ര എന്നൊരു സ്ത്രീ സഹായിച്ചിരുന്നില്ലേ, ആ ഗജ്രയ്ക്ക് ഒരു ഭർത്താവുണ്ട്. പക്ഷെ ഭർത്താവിനെ ഇവർക്ക് തീരെ ഇഷ്ടമല്ല. ഇപ്പോഴും ഇവരെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും. ഇക്കാരണത്താൽ ഗജ്രയ്ക്ക് ഹീറോയെ വല്ലാതെ ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നു. ഹീറോയുടെ കൂടെ ഒരു അവിഹിത ബന്ധത്തിലാണ് ഇവർ കഴിയുന്നത്. ഇപ്പോൾ ഭർത്താവിന് ഭക്ഷണ സാധനങ്ങളെല്ലാം എടുത്തു വെക്കുന്നുണ്ട്. ഞാൻ കുളിക്കാൻ പോവാണെന്ന് പറഞ്ഞ് കുളിക്കാൻ വേണ്ടി ബാത്റൂമിലേക്ക് വരുന്നു. എന്നാൽ അവിടെ വന്നവർ കുളിക്കുന്നില്ല. പകരം ഹീറോയ്ക്ക് കോൾ ചെയ്ത് സംസാരിക്കാൻ തുടങ്ങുന്നു. നമ്മുടെ ഹീറോയെ സംബന്ധിച്ചിടത്തോളം നിലവിലൊരു മെഡിക്കൽ ഷോപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലോൺ ഓക്കെ ആയില്ല. അതാലോചിച്ച് ഹീറോ കുറച്ച് വിഷമത്തിലാണ്. നീ വിഷമിക്കണ്ട, എങ്ങനെയെങ്കിലും അത് ഓക്കെ ആക്കി തരാം എന്ന് ഗജ്ര പറയുന്നു. ഗജ്രയ്ക്കും ഇവർക്കും ഇല്ലീഗൽ അഫയർ നടക്കുന്നുണ്ട്. ഹീറോ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടല്ല ഗജ്രയുമായി റിലേഷൻഷിപ്പ് നോക്കുന്നത്. ലോൺ ശരിയാക്കി തരുമല്ലോ, അതിനു വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. ഒട്ടും താല്പര്യമില്ലാതെയാണ് ഇവരോട് സംസാരിക്കുന്നത് എന്നാണ് നമ്മളെ കാണിക്കുന്നത്. ഇപ്പോൾ ഹീറോ മദ്യം വാങ്ങാനായി ഒരിടത്തേക്ക് വന്നിരിക്കുകയാണ്. ആ സ്ഥലത്തേക്ക് ജാൻസി എന്നൊരു പെൺകുട്ടി വരുന്നു. ആ പെൺകുട്ടി എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, എൻ്റെ അച്ഛന് വേണ്ടി മദ്യം വാങ്ങണം, വാങ്ങി തരാമോ എന്ന് ചോദിക്കുകയാണ്. എന്താ, നിന്റെ വീട്ടിൽ വേറെ ആരുമില്ലേ എന്ന് ഹീറോ ചോദിക്കുന്നു. ഞാനും എൻ്റെ അച്ഛനും മാത്രമേ ഉള്ളൂ, ദയവ് ചെയ്ത് വാങ്ങിത്താ എന്ന് ചോദിക്കുന്നു. ശരി എന്ന് പറഞ്ഞ് ഇവരും സമ്മതിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി മദ്യമൊക്കെ വാങ്ങി നൽകുന്നുണ്ട്. ആ ജാൻസി നന്ദി പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. ഹീറോയ്ക്ക് റാവത്ത് എന്നൊരു സുഹൃത്തുണ്ടെന്ന് പറഞ്ഞില്ലേ, അദ്ദേഹത്തോട് താൻ വിചാരിച്ച കാര്യം നടത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വളരെ വിഷമത്തോടെ സംസാരിക്കുന്നു. ആ റാവത്ത് ഒരു ഐഡിയ കൊടുക്കുന്നുണ്ട്. കാരണം ഹീറോയുടെ അച്ഛൻ ഒരു കാലത്ത് വലിയൊരാളായിരുന്നു. അപ്പോൾ രാജാക്കന്മാരായിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്നു. അതുപോലെ വിക്രം എന്നൊരു മഹാരാജാവുണ്ട്, നീ പോയി അദ്ദേഹത്തെ കാണ്, തീർച്ചയായിട്ടും നിനക്ക് ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ പറയുന്നു. അദ്ദേഹത്തിന്റെ അഡ്രസ്സൊക്കെ ഹീറോ ചോദിച്ചു മനസ്സിലാക്കുന്നു. സുഹൃത്ത് ഒരു മഹാരാജാവിനെ പറ്റി പറഞ്ഞല്ലോ, അദ്ദേഹത്തെ പോയി കാണാമെന്ന രീതിയിൽ ഹീറോ ആ വീട്ടിലേക്ക് വരുന്നു. വളരെ വലിയൊരു വീടാണത്. അവിടെയുള്ള സ്ഥലങ്ങളെല്ലാം ചുറ്റി നടന്ന് കാണുകയാണ്. അപ്പോൾ ഒരു പെൺകുട്ടി വന്ന് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുകയാണ്. ആ പെൺകുട്ടി വേറെ ആരുമല്ല, ഇന്നലെ ജാൻസി എന്നൊരു കുട്ടിയെ കണ്ടില്ലേ, ആ കുട്ടിയാണ് ചോദിക്കുന്നത്. ഇവിടെയുള്ള വിക്രം സാറിനെ കാണണം എന്ന് ഹീറോ പറയുന്നു. വിക്രം സാറിന്റെ ഹെൽത്ത് കണ്ടീഷൻ വളരെ മോശമാണ്, ഇപ്പൊ പൊക്കോളൂ, എപ്പോൾ വരണമെന്ന് ഞാൻ പറയാം എന്നവർ പറയുന്നു. ശരി എന്ന് പറഞ്ഞ് ഇവരും സമ്മതിക്കുന്നുണ്ട്. ഇപ്പോൾ സിഗരറ്റ് വലിച്ചുകൊണ്ട് ഇവിടെ നിന്നും പുറത്തേക്ക് പോകുന്നു. അപ്പോഴാണ് അവർ വരൂ എന്ന് വിളിക്കുന്നത്. ഇവരും വേഗത്തിൽ വീടിനുള്ളിലേക്ക് ഓടി വരുന്നു. സത്യത്തിൽ ആ വിക്രം ഓക്സിജൻ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. പെട്ടെന്ന് ഓക്സിജൻ തീർന്നുപോയി, ഭയങ്കരമായി പെടയുകയാണ്. വേറെ സിലിണ്ടർ ഉണ്ടോ എന്ന് ഹീറോ ചോദിക്കുന്നുണ്ട്. അവർ സിലിണ്ടർ ഇരിക്കുന്ന സ്ഥലം കാണിച്ചു കൊടുക്കുന്നു. ഇപ്പോൾ വേഗത്തിൽ ആ സിലിണ്ടർ എടുത്ത് കൊണ്ടുവരുന്നു. അത് കണക്ട് ചെയ്ത് വിക്രമിനെ രക്ഷിക്കുന്നു. വിക്രം നോർമൽ കണ്ടീഷനിലേക്ക് വന്നതിന് ശേഷമാണ് ഇവർക്ക് സമാധാനമാവുന്നത്. ഹീറോയിൻ ഉണ്ടല്ലോ, ഇവർക്ക് നന്ദിയൊക്കെ പറയുന്നുണ്ട്. ഇവർ പുറത്തു പോയി സ്മോക്ക് ചെയ്യാമെന്ന് കരുതി റൂം വിട്ട് പുറത്തു വന്ന് സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറച്ചു നേരത്തിനുള്ളിൽ ആ ജാൻസി എന്ന പെൺകുട്ടിയും പുറത്തു വരുന്നു. എനിക്കെന്താ എന്ന് പറഞ്ഞ് വാങ്ങി വലിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വിക്രം സാറിനോട് നിങ്ങളെ പറ്റി പറയാം എന്നവർ പറയുന്നു. ഇവരും ശരിയെന്ന് സമ്മതിക്കുന്നു. ഇപ്പോൾ വിക്രമിനെ നോക്കുന്നതിനായി ആ പെൺകുട്ടി റൂമിനുള്ളിലേക്ക് പോവാണ്. അങ്ങനെ പോയവർ അദ്ദേഹത്തിന്റെ ഡ്രസ്സൊക്കെ മാറ്റാൻ സഹായിക്കുന്നു. ഈ വീട്ടിൽ ജോലി ചെയ്യുന്ന കുട്ടിയായിരിക്കും എന്ന് ഹീറോയും ആലോചിച്ചുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. ഹീറോയ്ക്ക് ആ പെൺകുട്ടിയെ ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നു. ഇപ്പോൾ താഴെ വന്നവർ ജനലിലൂടെ നോക്കുകയാണ്. ആ പെൺകുട്ടിയും ജനൽ വഴി ഹീറോയെ നോക്കുന്നുണ്ട്. ആ പെൺകുട്ടിക്കും ഹീറോയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഹീറോ മെഡിക്കൽ ഷോപ്പിൽ ജോലി ചെയ്തുകൊണ്ട് ന്യൂസ് ശ്രദ്ധിക്കുകയാണ്. ഒരു ഹോസ്പിറ്റലിന് മുന്നിൽ ജനങ്ങളെല്ലാം സമരം ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഹോസ്പിറ്റലിൽ ഒരുപാട് പേർ മരിക്കുന്ന അവസ്ഥയിലാണ്. വ്യാജ മരുന്ന് കഴിച്ചതുകൊണ്ടാണ് മരിക്കുന്ന അവസ്ഥയിലായിരിക്കുന്നത്. ഇതെങ്ങനെയെങ്കിലും നിയന്ത്രിക്കണമെന്ന് പറഞ്ഞ് വലിയ ഉദ്യോഗസ്ഥരെല്ലാം സംസാരിക്കുന്നുണ്ട്.
ഈ കാര്യമെല്ലാം ഹീറോ ഒരുമാതിരി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ സ്ഥലത്തേക്ക് ഒരു പയ്യൻ വരുന്നത്. ഇവന് ഏകദേശം ഒരു മെഡിക്കൽ റെപ്പിനെ പോലെയാണ്. ചില മരുന്നുകൾ കാണിക്കുന്നു. നിങ്ങൾ മറ്റു മരുന്നുകൾ വാങ്ങിയാൽ ലാഭം കുറവായിരിക്കും, ഇതിൽ ലാഭം കൂടുതലായിരിക്കും, ഇത് വാങ്ങിക്കോളൂ എന്നവൻ പറയുന്നു. ഇതൊക്കെ ഫേക്ക് മരുന്നായിരിക്കും, ഇതൊന്നും എനിക്ക് ആവശ്യമില്ല, നീ പൊക്കോ എന്ന് ഹീറോ ആ പയ്യനോട് പറയുന്നു. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗജ്ര ആ സ്ഥലത്തേക്ക് വരുന്നത്. ഗജ്ര വന്ന് ഞാൻ പറഞ്ഞ മരുന്നൊക്കെ വന്നോ, താൻ റൂമിൽ വെയിറ്റ് ചെയ്യാം, നീ വാ എന്ന് പറയാണ്. വെയിറ്റ് ചെയ്യും മാഡം എന്ന് പറഞ്ഞ് ഇവർ ഈ പയ്യനോട് സംസാരിക്കുന്നു. അതാണ് വേണ്ട എന്ന് പറഞ്ഞില്ലേ, ഇവിടെ നിന്ന് പോ എന്ന് പറഞ്ഞ് ആ പയ്യനെ പറഞ്ഞു വിടുന്നു. ഇപ്പോൾ ഗജ്ര വെയിറ്റ് ചെയ്യുന്ന റൂമിനുള്ളിലേക്ക് ഹീറോ വരുന്നു. ഗജ്ര ഡ്രസ്സൊക്കെ മാറുന്നുണ്ട്. നോക്കുമ്പോൾ മുതുകിൽ മുറിവുണ്ട്. ആ മുറിവിനുള്ള മരുന്നൊക്കെ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഗജ്ര പെട്ടെന്ന് ഇവരെ കെട്ടിപ്പിടിക്കുന്നു. ഇദ്ദേഹത്തിന് കുറച്ച് അസ്വസ്ഥത തോന്നുന്നുണ്ട്. വേറെ വഴിയില്ല, ഇവരുടെ കൂടെ ഒന്നിച്ച് നിൽക്കണം എന്നതുകൊണ്ട് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഈ ഗജ്രയ്ക്ക് ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ ഒട്ടും താല്പര്യമില്ല. ഞാൻ നിന്റെ കൂടെ വന്നോട്ടെ എന്നൊക്കെ സംസാരം എടുക്കുന്നുണ്ട്. ആ ടോപ്പിക് എടുത്താൽ തന്നെ അദ്ദേഹം ടോപ്പിക് ഡൈവേർട്ട് ചെയ്യും. ഇപ്പൊ കൂടെ ആ ടോപ്പിക് എടുക്കുമ്പോൾ ഇദ്ദേഹം വിഷയം മാറ്റി അവിടെ നിന്നും പുറത്തു വരുന്നു. അങ്ങനെ പുറത്തു വരുമ്പോഴാണ് ജാൻസി അവിടെ മരുന്ന് വാങ്ങാൻ വന്നിരിക്കുന്നത് കാണുന്നത്. എന്താണിത്, നിങ്ങളാണോ മഹാരാജാവിന്റെ നേഴ്സ് എന്ന് ചോദിക്കുന്നുണ്ട്. എന്നെ കണ്ട നേഴ്സിനെ പോലെ തോന്നുന്നുണ്ടോ? ഞാൻ മഹാരാജാവിന്റെ ഒരേ ഒരു മകളാണ് എന്നവർ പറയുന്നു. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗജ്ര ഈ സ്ഥലത്തേക്ക് വന്ന് രണ്ടുപേരും സംസാരിക്കുന്നത് ശ്രദ്ധിക്കുന്നു. ശരി, ഞാൻ മറ്റൊരു ദിവസം മരുന്ന് വാങ്ങാൻ വരാമെന്ന് പറഞ്ഞ് ജാൻസി അവിടെ നിന്നും പോകുന്നു. അവരെന്തിനാണ് റൂമിൽ നിന്നും വരുന്നത് എന്ന് ജാൻസിക്ക് ചെറിയൊരു സംശയമുണ്ട്. അതേപോലെ ജാൻസിയോട് ഇദ്ദേഹം സംസാരിക്കുന്നത് ഗജ്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. മൊത്തത്തിൽ രണ്ടുപേർക്കും ഹീറോയെ ഇഷ്ടമാണെന്ന് നമ്മളെ കാണിച്ചു തരുന്നു. ഇപ്പോൾ വിക്രമിന്റെ വീട് നമ്മളെ കാണിക്കുന്നുണ്ട്. വിക്രം നോർമൽ അവസ്ഥയിലേക്ക് വരുന്നു. വിക്രമിന്റെ ഡോക്ടറുടെ പേര് ഖുറാന എന്നാണ്. വിക്രമിന്റെ ബന്ധുവായ ഒരു പെൺകുട്ടി ഇവിടെയുണ്ട്. അവരുടെ പേര് മാധുരി എന്നാണ്. വിക്രം പറയുന്നുണ്ട്, ഈ പയ്യൻ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ചത്തുപോയനെ, ഇവനാണ് കൃത്യസമയത്ത് വന്ന് രക്ഷിച്ചത് എന്ന് ഡോക്ടറോട് പറയുന്നു. ഡോക്ടർ ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ചെയ്യുന്നത്? ഈ സ്ഥലത്തൊരു മെഡിക്കൽ ഷോപ്പ് നടത്തുകയാണ് എന്ന് ഹീറോ പറയുന്നു. വിക്രമിന് ഹീറോയെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് മെഡിക്കൽ സംബന്ധമായ എല്ലാ സാധനങ്ങളും നീ തന്നെ സപ്ലൈ ചെയ്തോളൂ എന്ന് പറയാണ്. ഹീറോ ശരി എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകാൻ തുടങ്ങുന്നു. നാളെ ഇതിന്റെ പേരിൽ സഹായം ചോദിക്കാം, ഇപ്പൊ ചോദിക്കേണ്ട എന്ന് ഹീറോ കരുതുന്നുണ്ട്. അതേസമയം ഹീറോ അവിടെയുള്ള ജാൻസിയുമായി കുറച്ചായി സംസാരിച്ച് ക്ലോസ് ആവുന്നു. മറ്റൊരു ദിവസം ഹീറോ വിക്രമിനെ കാണാനായി വീട്ടിലേക്ക് വരാണ്. നോക്കുമ്പോൾ വാതിൽ അടച്ചിട്ടിരിക്കുകയാണ്. വാതിലടച്ചിരുന്നാൽ ഒച്ച വെച്ച് വിളിക്കണമല്ലോ. ഇദ്ദേഹം ആരെയും വിളിക്കുന്നില്ല. വേറെ വല്ല വഴിയുണ്ടോ എന്ന് അന്വേഷിക്കുന്നു. പിൻവശത്ത് ഒരു വഴിയുണ്ട്, അതിലൂടെ ഇദ്ദേഹം ഉള്ളിൽ വരുന്നുണ്ട്. ഈ സമയം വിക്രം ഇവിടെ വാ എന്ന് പറഞ്ഞ ജാൻസിയെ വിളിക്കുന്നു. ഇപ്പോൾ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന ജാൻസിയും എന്താണെന്ന് നോക്കാൻ അവിടേക്ക് പോകുന്നു. മരുന്നെടുത്ത് നൽകാനാണ് വിളിക്കുന്നത് എന്ന് കരുതിയാൽ അതല്ല കാര്യം, ഡ്രസ്സ് മാറ്റ് എന്ന് വിക്രം പറയുന്നു. ജാൻസിയും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയി ഡ്രസ്സ് മാറ്റുന്നു. അദ്ദേഹത്തിന്റെ കൂടെ ആ സ്ഥലത്ത് ഒന്നിച്ചു കഴിയുന്നു. ഹീറോ ഇവിടെ വന്നില്ലേ, ഈ കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. എന്താ ഇവർ രണ്ടുപേരും ഒന്നിച്ചു കഴിയുകയാണോ എന്ന് ഭയങ്കരമായ ഷോക്കാവാണ്. അറിയാതെ ഒരു സാധനം തട്ടിയിട്ട് പോവാണ്. ആ ശബ്ദം ഉച്ചത്തിൽ കേൾക്കുന്നുണ്ടല്ലോ. ഇത് കാരണം ഇദ്ദേഹം വേഗത്തിൽ വാതിൽ തുറന്ന് ഇവിടെ നിന്നും പോകാൻ തുടങ്ങുന്നു. എന്നാൽ ആരോ വന്നിട്ട് പോയിട്ടുണ്ട് എന്നത് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. മറ്റൊരു ദിവസം ഹീറോ ഓക്സിജൻ സിലിണ്ടർ സപ്ലൈ ചെയ്യുന്നതിനായി വരികയാണ്. അപ്പോൾ ജാൻസി സംസാരിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ജാൻസിയോട് ഒരു വാക്ക് പോലും ഇദ്ദേഹം സംസാരിക്കുന്നില്ല. സിലിണ്ടർ വെച്ചിട്ട് നമുക്ക് പോവാം എന്ന രീതിയിൽ വിക്രമിന്റെ റൂമിലേക്ക് വരുന്നു. അവിടെ സിലിണ്ടറൊക്കെ വെക്കുന്നുണ്ട്. വിക്രമിനും സംസാരിക്കാൻ താല്പര്യമുണ്ട്. നിനക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നോട് ചോദിക്കുക എന്നൊക്കെ പറയാണ്. എന്നാൽ ഇദ്ദേഹത്തിന് വിക്രമിനോട് ചെറിയൊരു ദേഷ്യമുണ്ട്. എനിക്കൊരു സഹായവും ആവശ്യമില്ല എന്ന് പറഞ്ഞ് സിലിണ്ടർ വെച്ചിട്ട് വേഗത്തിൽ പുറത്തു വരുന്നു. ഹീറോ ആ പെൺകുട്ടിയെ സ്നേഹിക്കാൻ തുടങ്ങിയിരുന്നു. അതുകൊണ്ടാണ് അത് ഉൾക്കൊള്ളാൻ കഴിയാഞ്ഞത്. ഇപ്പോൾ പോകുമ്പോൾ ആ പെൺകുട്ടി സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇദ്ദേഹം കേൾക്കുന്നതേയില്ല. എങ്കിലും ആ പെൺകുട്ടി പെട്ടെന്ന് കെട്ടിപ്പിടിക്കുന്നു. ഇതൊക്കെ ഞാൻ വേണമെന്ന് വെച്ച് ചെയ്യുന്നതാണെന്ന് കരുതുന്നുണ്ടോ? വേറെ വഴിയില്ലാതെയാണ് ചെയ്യുന്നത്. എൻ്റെ അമ്മ ചെറുപ്പത്തിലെ എന്നെ വിട്ടുപോയി. അന്നു മുതൽ കുറച്ചായി എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി. എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയാണ്. ദയവ് ചെയ്ത് നീയെങ്കിലും എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കുക എന്ന് പറയുന്നു. ഇദ്ദേഹം മറുപടി ഒന്നും പറയാതെ അവിടെ നിന്നും പോകാൻ തുടങ്ങുന്നു. അപ്പോൾ ഇത് ആലോചിച്ചുകൊണ്ട് ഗജ്രയുടെ കൂടെ കിടക്കുകയാണ്. അതുകൊണ്ട് വളരെ റൂഡായി ഗജ്രയോട് പെരുമാറുന്നു. എന്താടാ ഇന്നൊരു മൃഗത്തെ പോലെ പെരുമാറുന്നത് എന്ന് ഗജ്രയും ദേഷ്യപ്പെടുന്നു. ഹീറോ ജാൻസിയോട് സംസാരിക്കാതെ പോയല്ലോ. സംസാരിക്കണം എന്നുള്ളത് കൊണ്ട് പിറ്റേ ദിവസം വരുന്നു. നീ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുന്നു. ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് ഞാൻ എവിടെ പോകാനാണ്, എനിക്ക് വേറെ ആരുണ്ട് എന്നവർ ഫീലിങ്ങോടെ സംസാരിക്കുന്നു. ഇയാളെ കൊല്ലാൻ പല പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് കൊല്ലാൻ കഴിയുന്നില്ല. അങ്ങനെ കൊന്നാലും എനിക്ക് പ്രശ്നം വരും എന്നൊക്കെ പറയാണ്. പ്രശ്നം വരാതെ ഇയാളെ കൊല്ലാൻ വല്ല വഴിയുണ്ടെങ്കിൽ പറ എന്ന് ചോദിക്കുന്നു. പ്രശ്നമില്ലാതെ ആ വലിയ മനുഷ്യനെ കൊന്നാൽ ആ സ്വത്തെല്ലാം ഇവർക്ക് തന്നെയല്ലേ കിട്ടുക. അതുവഴി നമ്മളും ലൈഫിൽ അടുത്ത ലെവലിലേക്ക് പോകാമെന്ന് ഹീറോ ആലോചിക്കുന്നു. ശരി, ഞാൻ ആലോചിച്ച് പറയാം എന്ന് പറയുന്നുണ്ട്. ഈ വിക്രമും പുതുതായി ഏതോ ഒരു ബിസിനസ് തുടങ്ങുകയാണ്. അതിനുള്ള ഫംഗ്ഷൻ നടക്കുന്നു. ഒരുപാട് വലിയ ആളുകളൊക്കെ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ വരുന്നുണ്ട്. ഹീറോയ്ക്കും ഇൻവിറ്റേഷൻ നൽകിയിട്ടുണ്ട്. ഹീറോയും ആ സ്ഥലത്തേക്ക് വരുന്നു. വന്ന ഹീറോയെ ജാൻസി കാണുന്നുണ്ട്. രണ്ടുപേരും മാറി നിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് കുറച്ച് മാറി വരുന്നു. ജാൻസി ഹീറോയെ സ്നേഹിക്കാൻ തുടങ്ങുന്നു. നിനക്കും എന്നെ ഇഷ്ടമല്ലേ എന്ന് ഹീറോയോട് ചോദിക്കുന്നു.
ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൃത്യമായി ഈ സ്ഥലത്തേക്ക് മാധുരി വരുന്നു. അതായത് ഹീറോയിൻ്റെ ബന്ധുവായ ചേച്ചി വരുന്നു. ആ ചേച്ചിക്ക് ഹീറോയെ വളരെ ഇഷ്ടമായിട്ടുണ്ട്. ഹീറോയോട് ഫ്ലേർട്ട് ചെയ്യുന്നത് പോലെയൊക്കെ സംസാരിക്കുന്നു. ഹീറോ മറുപടി ഒന്നും പറയുന്നില്ല. നിങ്ങളെ ഞാൻ ഡിസ്റ്റർബ് ചെയ്തു എന്ന് തോന്നുന്നു, സോറി എന്ന് പറഞ്ഞ് മാധുരി അവിടെ നിന്ന് പോവാണ്. മാധുരിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു, പക്ഷെ നിനക്ക് എന്നെയല്ല ഇഷ്ടം എന്ന് ഹീറോയിൻ ചോദിക്കുന്നുണ്ട്. ഹീറോയുടെ കാര്യത്തിൽ ഹീറോയിൻ വളരെ പൊസസീവാണ് എന്ന് നമ്മൾ കാണിക്കുന്നു. ഹീറോ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. അയാളെ കൊല്ലാൻ ഒരു വഴി കണ്ടുപിടിച്ചു. അദ്ദേഹത്തിന് ഇൻസുലിൻ കുത്തിവെക്കുമല്ലോ, അതിലൊരു കാര്യം കലർത്തിയാൽ അദ്ദേഹത്തിന്റെ കഥ കഴിയും എന്ന് പറയാണ്. അതേപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും നമ്മൾ പെടില്ല എന്നും പറയുന്നു. ഹീറോയും ഇൻസുലിനിൽ കലർത്തേണ്ട സാധനം വാങ്ങാനായി വരികയാണ്. പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിലേ തരാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ഞാനും മെഡിക്കൽ ഫീൽഡിലാണ്, തരുമെന്ന് ചോദിക്കുകയാണ്. അങ്ങനെയൊന്നും തരാൻ പറ്റില്ലടാ, ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്, നീ പോവെന്ന് പറഞ്ഞ് അവിടെ നിന്നും പറഞ്ഞയക്കുന്നു. ഇദ്ദേഹത്തിന് ഒരു കടയിൽ നിന്നും അത് വാങ്ങാൻ കഴിയുന്നില്ല. ഇല്ലീഗലായി വിൽക്കുന്നവരുണ്ടാവുമല്ലോ, അതിലൊരാളെ കോൾ ചെയ്യുന്നു. എനിക്ക് വേണം എന്ന് പറയാണ്. ശരി, വന്ന് വാങ്ങിക്കോ എന്ന് ആ വ്യക്തിയും പറയുന്നു. ഇപ്പോൾ ജാൻസി ഹീറോയുടെ വീട്ടിലാണുള്ളത്. രണ്ടുപേരും സന്തോഷമായിട്ട് ഇരിക്കുകയാണ്. ഹീറോ ആവശ്യമായ മരുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ മുന്നിൽ വെച്ച് തന്നെ ആ ഇൻസുലിനിൽ അത് കലർത്തുന്നു. ഇതും മരുന്ന് തന്നെയാണ്, അതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നും വരില്ല. ഇത് നീ അദ്ദേഹത്തിന് കൊടുത്താൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കും, കൊണ്ടുപോ എന്ന് പറഞ്ഞ് പറഞ്ഞയക്കുന്നു. ഇരുവരും ആ വീട് വിട്ട് ഇറങ്ങുന്നു. ഇവരിറങ്ങി പോകുന്നതെല്ലാം വീടിന്റെ വാതിൽക്കലിരുന്ന് ഗജ്ര ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവളുടെ കൂടെയും ഇവൻ പോകുന്നുണ്ടോ എന്നിവർ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഹീറോയെ ഇവർ ഭയങ്കരമായി സ്നേഹിക്കുന്നുണ്ട്. ഹീറോ അദ്ദേഹത്തിന്റെ വീട്ടിലിരിക്കുമ്പോൾ റാവത്ത് എന്ന സുഹൃത്ത് കോൾ ചെയ്യുന്നു. ഒരു പ്രശ്നമുണ്ട് മച്ചാ, ഡൽഹിയിൽ നിന്ന് ആളുകളൊക്കെ വന്നിട്ടുണ്ട്, നീ ഉടനെ സ്റ്റേഷനിലേക്ക് വാ എന്ന് പറയാണ്. ശരി എന്ന് പറഞ്ഞ ഹീറോ സ്റ്റേഷനിലേക്ക് വരുന്നു. ഹീറോ പുതുതായി ലാബ് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടല്ലോ, ആ ലാബ് തുടങ്ങിയാൽ മറ്റുള്ളവർക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് ഹീറോയെ തുടക്കത്തിലെ തന്നെ തടയാൻ നോക്കുകയാണ് ഇവർ. ഇത് ചെയ്യില്ല എന്ന് ഒപ്പിട്ടതാ, ഇല്ലെങ്കിൽ വ്യാജമരുന്ന് വിൽക്കുന്നു എന്ന് പറഞ്ഞ് നിന്നെയും കൊടുക്കും എന്നൊരാൾ പറയുന്നു. ഹീറോയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ റാവത്ത് മാറ്റിക്കൊണ്ടുപോയി സംസാരിക്കുകയാണ്. ഇപ്പോഴത്തേക്ക് ഒപ്പിട്ട് കൊടുക്ക്, നാളെ നമുക്ക് എങ്ങനെയെങ്കിലും അത് കൈകാര്യം ചെയ്യാം എന്ന് പറയാണ്. വേറെ വഴിയില്ലാതെ ഹീറോയും ഒപ്പിട്ട് നൽകുന്നു. അതായത് ഇതിന് ശേഷം ആ ലാബ് വിഷയം ഞാൻ ചെയ്യില്ല എന്ന് ഒപ്പിട്ട് കൊടുക്കുന്നു. ഹീറോയിൻ ഉണ്ടല്ലോ, ഇപ്പോൾ ഹീറോയോട് ഫോണിൽ സംസാരിക്കുകയാണ്. ഈ ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും വർഷം ഞാൻ കാത്തിരുന്നത്, ഇന്ന് എൻ്റെ കൈകൊണ്ട് ആ കിളവൻ ചാകാൻ പോവാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കറക്റ്റായി ആ സ്ഥലത്തേക്ക് മാധുരി വന്ന് ഇതെല്ലാം കേൾക്കുന്നു. മാധുരി കേട്ടു എന്നത് ഹീറോയിന് മനസ്സിലാവുന്നു. ഇത് കാരണം ഹീറോയോട് വേഗത്തിൽ വരാൻ പറയുന്നുണ്ട്. ഇപ്പോൾ ഹീറോയും വേഗത്തിൽ ആ സ്ഥലത്തേക്ക് പോകുന്നു. നിനക്കും ഹീറോയ്ക്കും കുറച്ച് നാളത്തെ പഴക്കമല്ലേ ഉള്ളൂ, അവൻ്റെ കൂടെ ചേർന്ന് വിക്രമിനെ കൊല്ലാൻ ശ്രമിക്കുകയാണോ എന്നൊക്കെ മാധുരി ഹീറോയിനോട് ചോദിക്കുന്നു. ഇപ്പോൾ ഹീറോ ഈ വീട്ടിൽ വന്ന് ചേരുന്നുണ്ട്. മുകളിലേക്ക് കയറാമെന്ന് വിചാരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ കാറിൽ ആരോ വന്ന് ശക്തമായി ഇടിക്കുന്നു. ഗജ്രയാണ് വേഗത്തിൽ വന്ന് ഇടിച്ചിട്ടുണ്ടായിരുന്നത്. ഗജ്രയും എന്തിനാണ് എന്നെ ചതിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ എന്തിനാണ് ഈ സ്ഥലത്തേക്ക് വന്നത്, ആദ്യം പോവെന്ന് പറഞ്ഞ് ഇദ്ദേഹം പോകാൻ പറയുന്നു. ഇപ്പോൾ ഗജ്ര ദേഷ്യത്തിൽ കാറെടുത്ത് ഇവിടെ നിന്നും പോകാൻ തുടങ്ങുന്നു. ഇവർ കാർ ഇടിച്ച ശബ്ദമൊന്നും മുകളിലുള്ളവർക്ക് കേൾക്കില്ല. ആ റൂമെല്ലാം ലോക്കാണല്ലോ, അതുകൊണ്ടാണ് കേൾക്കാത്തത്. ഇത് കാരണം ഇദ്ദേഹവും സൈലൻ്റായി മുകളിലേക്ക് വന്ന് അവർ സംസാരിക്കുന്നതെല്ലാം ശ്രദ്ധിക്കുന്നു. എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്. എന്നെ ടോർച്ചർ ചെയ്തു, അതുകൊണ്ടാണ് എന്ന് ഹീറോയിൻ പറയുന്നു. ഞാനിത് ആദ്യം വിക്രമിനോട് പറയാൻ പോവാണ് എന്ന് പറഞ്ഞ് അവർ പോകാൻ തുടങ്ങുന്നു. അപ്പോൾ വാതിൽ തുറന്ന് ഹീറോ ഉള്ളിൽ വരുന്നുണ്ട്. വഴി മാറി നിൽക്ക്, എനിക്ക് അദ്ദേഹത്തോട് പറയണം എന്ന് പറയുന്നു. പറയരുതെന്ന് പറഞ്ഞ് ഹീറോ തടയുന്നുണ്ട്. ഹീറോ തടഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയിൻ ഉണ്ടല്ലോ, മാധുരിയുടെ തലയ്ക്ക് തന്നെ ഒരു അടി കൊടുക്കുന്നു. ഗോൾഫ് ബാറ്റ് വെച്ചിട്ടാണ് അടിച്ചിട്ടുണ്ടാവുക. ഇത് കാരണം മാധുരിയും താഴെ വീഴുന്നു. എന്തിനാണ് ധൃതി വെച്ച് അടിച്ചത് എന്ന് ഹീറോ ചോദിക്കുന്നുണ്ട്. പേടി കാരണം എന്ത് ചെയ്യണമെന്ന് അറിയാതെ അടിച്ചുപോയി എന്ന് ഹീറോയിൻ പറയുന്നു. ശരി, ആ ബാറ്റിംഗ് ഇതാ എന്ന് പറഞ്ഞ് ഹീറോ വാങ്ങുന്നു. മാധുരി മുഴുവനായി മരിച്ചിട്ടില്ലല്ലോ, കൊല്ലണമെന്ന് പറഞ്ഞ് ക്രൂരമായി അടിച്ചു കൊല്ലുന്നു. ഇങ്ങനെ ഇദ്ദേഹം അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൃത്യമായി വിക്രം ഈ സ്ഥലത്തേക്ക് വന്ന് ഈ കാര്യങ്ങളെല്ലാം കാണുന്നു. കണ്ട വിക്രം ഞെട്ടിപ്പോവാണ്. എന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഷോക്കാവുന്നു. ഹീറോയിൻ ആ വിക്രമിനെയും കൊല്ലാൻ ശ്രമിക്കുന്നു. ധൃതി വെക്കരുത്, ഇയാളെ അടിച്ചു കൊന്നാൽ നമുക്കാണ് പ്രശ്നം എന്ന് അദ്ദേഹം പറയാണ്. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത കാര്യം നടപ്പിലാക്കാം എന്ന് പറയുന്നു. ഇപ്പോൾ ഹീറോ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യത്തെ ഇഞ്ചക്ഷൻ എടുത്ത് വെക്കുന്നുണ്ട്. ഇനി കുറച്ച് സമയത്തിനുള്ളിൽ മറ്റൊരു ഇഞ്ചക്ഷൻ കൂടി വെക്കണം. ആ ജോലി നീ നോക്കിക്കോ, അതിനുള്ളിൽ ഇവളുടെ ബോഡി ഞാൻ ഡിസ്പോസ് ചെയ്ത് കളയാം എന്ന് പറയാണ്. ശരിയെന്ന് ഹീറോയിനും സമ്മതിക്കുന്നു. അയാൾ ബോഡി കൊണ്ടുപോവാണ്. ഇവർ ആ രക്തക്കറയൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹീറോ ബോഡിയൊക്കെ ഡിസ്പോസ് ചെയ്ത് രാവിലെ ആ വീട്ടിലേക്ക് വന്ന് നോക്കുകയാണ്. നോക്കുമ്പോൾ വീട്ടിൽ ആരെയും കാണുന്നില്ല. ഇവളെവിടെ പോയി എന്നൊക്കെ അദ്ദേഹം ആലോചിക്കുന്നുണ്ട്. ശരി, നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യേണ്ട, നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം എന്ന് കരുതുന്നു. ഒരു ദിവസം മുഴുവൻ ഹീറോ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെ ന്യൂസ് പേപ്പർ വന്നിട്ടുണ്ട്. മാധുരിയുടെ ബോഡി ഒരിടത്തു നിന്ന് കിട്ടിയിട്ടുണ്ട് എന്ന ന്യൂസാണ് ന്യൂസ് പേപ്പറിൽ വന്നിരിക്കുന്നത്. ഇത് കാണുന്നവർ ന്യൂസ് പേപ്പർ ചുരുട്ടി ഒരിടത്തേക്ക് ഇടുന്നു. അതുകൊണ്ട് ഹീറോയിന് ഇതിനോടകം കോൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നവൻ കരുതുന്നു. വിക്രം മരിച്ചോ ഇല്ലയോ എന്ന് ചോദിക്കുകയാണ്. വിക്രം സീരിയസ് കണ്ടീഷനിലാണ്, ഇപ്പോൾ ഹോസ്പിറ്റലാണ് എന്നവർ പറയുന്നു. ഞാൻ പറഞ്ഞതുപോലെ നീ ഇഞ്ചക്ഷൻ വെച്ചോ ഇല്ലയോ എന്ന് ചോദിക്കുന്നു. ഞാൻ വെച്ചു എന്ന് പറയാണ്. നീ വെച്ചിരുന്നെങ്കിൽ അയാൾ മരിക്കേണ്ടതാണല്ലോ, എന്താ മരിക്കാത്തത് എന്നൊക്കെ ചോദിക്കുകയാണ്.
ഖുറാൻ അങ്കിളിന് നമ്മുടെ മേൽ സംശയം വന്നിട്ടുണ്ട്, നീ ശ്രദ്ധിക്കണം എന്ന് ഹീറോയിൻ പറയുന്നു. ഹീറോയും ശരിയെന്ന് സമ്മതിക്കുന്നു. ഇപ്പോൾ ആരോ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. വാതിൽ തുറന്നാൽ ഖുറാനെയാണ് വന്നിരിക്കുന്നത്. വന്ന ഖുറാന നോർമലായി ഹീറോയോട് സംസാരിക്കുന്നു. പെട്ടെന്ന് വിക്രം സാറിന് വയ്യാതെയായി, ഇപ്പോൾ സീരിയസ് കണ്ടീഷനിൽ ഹോസ്പിറ്റലാണ് എന്ന് പറയുന്നു. അയ്യോ എന്ന് ഹീറോ നോർമലായി ചോദിച്ചു വെക്കുന്നു. ആരോ ഇൻസുലിൻ മറ്റെന്തോ കലർത്തി നൽകിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ കുഴപ്പം ഉണ്ടായത്, അത് ആരാണെന്ന് കണ്ടുപിടിക്കണം എന്നൊക്കെ പറയുന്നു. ഇൻസുലിൻ്റെ കൂടെ കലർത്തിയിരിക്കുന്നത് കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന് ഹീറോ വിചാരിക്കുന്നു. അതുപോലും ഇവർ കണ്ടുപിടിച്ചു എന്ന് ഹീറോയ്ക്ക് പേടി വരികയാണ്. എങ്കിലും നോർമലായി സംസാരിച്ച് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതേസമയം ആ വലിയ മനുഷ്യൻ്റെ മകൾ മരിച്ചുപോയി, ന്യൂസ് പേപ്പറിൽ അതിനെപ്പറ്റി വന്നത് കണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല, ഞാൻ കണ്ടില്ല എന്ന് ഹീറോ പറയുന്നു. പക്ഷേ ഹീറോ കുറച്ച് നേരത്തിന് മുമ്പ് ന്യൂസ് പേപ്പർ ചുരുട്ടിയിട്ടല്ലോ, അങ്ങനെ ചുരുട്ടിയിട്ടിരിക്കുന്നത് ഈ വലിയ മനുഷ്യൻ കാണുന്നുണ്ട്. ഇവൻ ന്യൂസ് പേപ്പർ കണ്ടിട്ടുണ്ട്, നമ്മളോട് കള്ളം പറയുകയാണ് എന്ന് അദ്ദേഹം ആലോചിക്കുകയാണ്. ശരി, ഞാൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. ഇപ്പോൾ ഹീറോയിനെ കോൾ ചെയ്യുന്നുണ്ട്. നമ്മളാണ് ചെയ്തതെന്ന് വേഗത്തിൽ കണ്ടുപിടിക്കും, വീട്ടിലുള്ള പണമൊക്കെ എടുത്ത് റെഡി ആയിരിക്കെ, ഞാൻ നിന്നെ പിക്കപ്പ് ചെയ്യാൻ വരാം എന്ന് പറയുന്നു. അവരും ശരിയെന്ന് സമ്മതിക്കുകയാണ്. ഇത് കാരണം ഇവരെ പിക്കപ്പ് ചെയ്യാൻ വരുന്നുണ്ട്. ഈ സമയം പോലീസ് ഹീറോയെ കാണാനായി അദ്ദേഹത്തിന്റെ കടയിലേക്ക് വരുന്നു. ജോലി ചെയ്യുന്ന പയ്യനുണ്ടല്ലോ, ഇതുവരെ അണ്ണൻ കടയിലേക്ക് വന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഹീറോയിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സ്ഥലത്തേക്ക് ഗജ്ര വരുന്നു. ഇവളെന്തിനാണ് ഈ സ്ഥലത്തേക്ക് വരുന്നത് എന്ന് ആലോചിക്കുകയാണ്. എന്നെ ചതിച്ചില്ലേ, നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ അവർ ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോഴാണ് ഹീറോയിനും ബാഗുമായി ഈ സ്ഥലത്തേക്ക് വരുന്നത്. ഗജ്ര എന്തിനാണ് ജീപ്പിനുള്ളിൽ ഇരിക്കുന്നത് എന്ന് ഹീറോയിൻ ആലോചിക്കുന്നുണ്ട്. ഇദ്ദേഹം ഉണ്ടല്ലോ, ആദ്യം വണ്ടിയിൽ നിന്ന് ഇറങ്ങ് എന്ന് പറഞ്ഞ് ഗജ്രയെ വണ്ടിയിൽ നിന്ന് ഇറക്കി വിടുന്നു. ഇപ്പോൾ ഗജ്ര നേരെ ഹീറോയിൻ്റെ അടുത്തേക്ക് വരുന്നു. ഞങ്ങൾ രണ്ടുപേർക്കും ഇടയിൽ നിന്നെ വരാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് തടയുന്നു. എന്നാൽ ഹീറോയിൻ ഉണ്ടല്ലോ ഗജ്രയുമായി വഴക്കിടുകയാണ്. ഒരു ഘട്ടത്തിൽ ഗജ്രയെ പിടിച്ച് റോഡിലേക്ക് തള്ളിയിടുന്നു. അതേപോലെ വേഗത്തിൽ വണ്ടിയിൽ കയറി ഇരിക്കുകയാണ്. ഇവരുടെ ബാഗും ഇദ്ദേഹം വണ്ടിയിൽ വാങ്ങി വെക്കുന്നു. ഇവിടെ നിന്നും പോകണം എന്ന് പറഞ്ഞ് വേഗത്തിൽ വണ്ടി എടുത്ത് പോവുകയാണ്. ഇതെല്ലാം കണ്ട് ഗജ്ര ഈ സ്ഥലത്ത് ഭയങ്കരമായി ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹീറോ ചോദിക്കുന്നുണ്ട്, പണമൊക്കെ എടുത്ത് കൊണ്ടുവന്നോ? എന്നാൽ അവരതിന് മറുപടി പറയുന്നില്ല. ഗജ്രയും നീയും വളരെ ക്ലോസ് ആണോ എന്നൊക്കെ ചോദിക്കുന്നു. ഹീറോ പണത്തെ പറ്റി വീണ്ടും ചോദിക്കുന്നുണ്ട്. പക്ഷെ അവർ അവസാനം വരെ പണത്തെ പറ്റി പറയുന്നതേ ഇല്ല. ഇത് കാരണം ഹീറോ ജീപ്പ് ഒരിടത്ത് നിർത്തുന്നു. ഇവർ പണം കൊണ്ടുവന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നു. നിറയെ പണവും സ്വർണവും കൊണ്ടുവന്നിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു. ഇപ്പോൾ ഹീറോ ഡീസൽ അടിക്കുന്നതിനായി വന്നിരിക്കുകയാണ്. അങ്ങനെ വന്നവരവിടെ ഓടിക്കൊണ്ടിരുന്ന ന്യൂസ് ശ്രദ്ധിക്കുന്നുണ്ട്. ഹീറോയാണ് മരുന്ന് കലർത്തിയത് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഹീറോ ഇല്ലീഗലായ ഒരാളുടെ കയ്യിൽ നിന്ന് മരുന്ന് വാങ്ങിയില്ലേ, അവിടെയുള്ള CCTVയിൽ അത് പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുവഴിയാണ് ഹീറോയെ അന്വേഷിക്കുന്നത്. നമ്മൾ പെട്ടു എന്ന് ഹീറോയിന് മനസ്സിലാവുന്നു. ഇരിക്കുന്ന പണം വെച്ച് വിദേശത്തേക്ക് രക്ഷപ്പെടണമെന്ന് ഹീറോ ആലോചിക്കുകയാണ്. ഇപ്പോൾ രണ്ടുപേരും ജീപ്പിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹീറോയിൻ നിറയെ മദ്യമൊക്കെ എടുത്തു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മദ്യപിക്കാൻ തുടങ്ങുകയാണ്. നീ കുറച്ച് ബോധത്തോടെ ഇരിക്കണം, അതുകൊണ്ട് മദ്യം ഒന്നും കഴിക്കരുത് എന്ന് പറഞ്ഞ് ഇവരും പിടിച്ചു വാങ്ങി പുറത്തേക്ക് എറിയുകയാണ്. ഇവർ പെട്രോൾ പമ്പിൽ നിന്നില്ലേ, ആ ഗ്യാപ്പിൽ ഗജ്ര പിന്നാലെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഗജ്ര ഇവരുടെ പിന്നാലെ ഫോളോ ചെയ്ത് വരുന്നുണ്ടെന്ന് നമ്മളെ കാണിക്കുന്നു. ഹീറോയിനും സന്തോഷത്തോടെ ഹീറോയുടെ തോളിലൊക്കെ ചായുന്നുണ്ട്. സന്തോഷത്തോടെ ഹീറോയുടെ കൂടെ യാത്ര ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു മഞ്ഞുള്ള സ്ഥലത്തേക്കാണ് രണ്ടുപേരും വന്നിരിക്കുന്നത്. അവിടെ തനിച്ചൊരു വീടുണ്ട്. ഈ വീട് ഉപയോഗിക്കാം എന്ന് ആലോചിക്കുകയാണ്. ഇപ്പോൾ വാതിൽ തുറന്ന് ഹീറോയും ഉള്ളിലേക്ക് വരുന്നു. വന്ന ഉടനെ തന്നെ ഹീറോ TV കാണണമെന്ന് കരുതാണ്. കേബിൾ വയറിൽ എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ട് TV വർക്കാവുന്നില്ല. ഇപ്പോൾ ഹീറോയിൻ ഉണ്ടല്ലോ കുടിച്ചുകൊണ്ട് ഇദ്ദേഹത്തോട് സംസാരിക്കുന്നു. നമുക്ക് ഈ പണം വെച്ച് ഇതുപോലൊരു വീട് വാങ്ങാം, സന്തോഷമായിട്ടിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇവർ കുടിച്ചാൽ പ്രശ്നമാണ് എന്ന് ഹീറോ ആലോചിക്കുകയാണ്. കുടിക്കരുതെന്ന് പറഞ്ഞില്ലേ, ഇനിയും കുടിക്കരുത് എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ മുന്നിൽ കുടിക്കണ്ട എന്ന് കരുതി ഇവർ ബാത്റൂമിലേക്ക് വന്ന് കുറച്ച് കുടിക്കുന്നുണ്ട്. അതേപോലെ ഈ മദ്യക്കുപ്പി ഒളിപ്പിച്ചു വെക്കാമെന്ന് കരുതി ബാത്റൂമിൽ ഒളിപ്പിച്ചു വെക്കുന്നു. ഹീറോയ്ക്ക് പെട്ടെന്ന് പുറത്തുനിന്ന് ശബ്ദം കേൾക്കുന്നുണ്ട്. എന്താണ് ശബ്ദം എന്ന് വാതിൽ തുറന്ന് പുറത്തു പോയി നോക്കുകയാണ്. ആരെയും ആ സ്ഥലത്തുള്ളതായി കാണുന്നില്ല. ഇപ്പോൾ സാവധാനം ഇദ്ദേഹത്തിന്റെ ജീപ്പിനരികിൽ വരികയാണ്. ജീപ്പിൽ ഒരു തോക്ക് വെച്ചിട്ടുണ്ട്. ആ തോക്കെടുത്ത് ലോഡ് ചെയ്ത് ഇദ്ദേഹത്തിന്റെ പോക്കറ്റിൽ വെക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം ജനൽ വഴി ഹീറോയിൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്തിനാണ് തോക്കെടുക്കുന്നത്, നമ്മളെ കൊന്നിട്ട് പണം എടുത്തുകൊണ്ട് പോവോ എന്നൊക്കെ ആലോചിക്കുകയാണ്. കുടിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തോന്നുന്നത്. ഇപ്പോൾ ഹീറോ ഉള്ളിൽ വരുമ്പോൾ എൻ്റെ കൂടെ ഇരുന്ന് കുടിക്ക് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഹീറോ അത് കാര്യമാക്കുന്നില്ല. എനിക്ക് തീ കത്തിക്കാൻ പേപ്പർ എടുക്കണം എന്ന് പറഞ്ഞ് റൂമിനുള്ളിലേക്ക് വരുന്നു. അങ്ങനെ റൂമിനുള്ളിൽ വന്നവർ പേപ്പർ നോക്കുന്നില്ല, ഇവർ കൊണ്ടുവന്ന പണമൊക്കെ നോക്കുകയാണ്. നീ പേപ്പർ എടുക്കാമെന്ന് തന്നെയല്ലേ പറഞ്ഞത്, പണം എന്തിനാണ് നോക്കുന്നത് എന്നവർ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ആവശ്യമായ പേപ്പർ എടുത്ത് പുറത്തു വരുന്നു. ആ സ്ഥലത്ത് പേപ്പർ കത്തിക്കാം എന്ന് കരുതുന്നു. അങ്ങനെ ഇദ്ദേഹം കത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുണ്ടല്ലോ, എനിക്ക് പണവും പേപ്പർ പോലെ തന്നെയാണ്, കത്തിക്കാൻ പോവാണെന്ന് പറയാണ്. പണം കത്തിക്കാം എന്ന് മാത്രം പറയരുത്, ആദ്യം നിർത്ത് എന്ന് പറഞ്ഞ് അവരുടെ കയ്യിൽ നിന്നും പണം പിടിച്ചു വാങ്ങുന്നു. ഹീറോയിൻ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള തോക്കെടുക്കുന്നുണ്ട്. എന്നെ പറ്റിക്കാന്ന് മാത്രം കരുതരുത്, അങ്ങനെ ചെയ്താൽ നിന്നെ ഷൂട്ട് ചെയ്യും എന്ന് പറയുന്നു. ഇദ്ദേഹം ചെറുതായി പേടിക്കുന്നുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് അവരുടെ കയ്യിൽ നിന്നും തോക്ക് പിടിച്ച് വാങ്ങുന്നുണ്ട്. നിനക്ക് ആദ്യം ഷൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ, ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് അവർക്ക് ഷൂട്ട് ചെയ്യുന്നത് പറഞ്ഞു കൊടുക്കുന്നു. റൊമാൻസ് ചെയ്തുകൊണ്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്,
നിന്നെ ഞാൻ കൊല്ലില്ല എന്ന് ഇൻഡയറക്റ്റായി അവൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അവിടെ സീൻ കട്ട് ചെയ്ത് ഈ സ്ഥലത്ത് റാവുത്തിനെ നമുക്ക് കാണിക്കുന്നു. റാവുത്തും പോലീസ് ഓഫീസറാണല്ലോ. ഹീറോ എവിടെ എന്ന രീതിയിൽ ആളുകളുടെ കൂടെ ചേർന്ന് അന്വേഷണമൊക്കെ നടത്തുന്നുണ്ട്. ഹീറോയിൻ രാവിലെയാണ് കണ്ണുറക്കുന്നത്. ചുറ്റും നോക്കിയാൽ ഹീറോയെ കാണാനില്ല. ഹീറോയോട് പോയി എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ ജനൽ വഴി പുറത്തേക്ക് നോക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഗജ്ര ഉണ്ടല്ലോ, അവർ കാറിൽ നിൽക്കുകയാണ്. ചുറ്റും നോക്കുന്നുണ്ട്. ഇവരെങ്ങനെ ഈ സ്ഥലത്തേക്ക് വന്നു? രണ്ടുപേരും ചേർന്ന് പ്ലാൻ ഇടുകയാണോ എന്നൊക്കെ ഹീറോയിൻ ആലോചിക്കാൻ തുടങ്ങുന്നു. ഇപ്പോൾ വേഗത്തിൽ ബാഗിൽ നിന്ന് ഹീറോയുടെ ഫോൺ എടുക്കുന്നു. ഹീറോയുടെ ഫോണിൽ നിന്ന് ഗജ്രയ്ക്ക് കോൾ ചെയ്യുന്നു. അറ്റൻഡ് ചെയ്യുന്ന ഗജ്ര ഉണ്ടല്ലോ, എന്താ എന്നെ മിസ് ചെയ്യാൻ തുടങ്ങിയോ എന്ന് ചോദിക്കുന്നു. അത് ശരി, അവളുടെ കഥ കഴിച്ചോ എന്ന് ചോദിക്കുകയാണ്. നോർമലായിട്ട് അവളുടെ കഥ കഴിച്ചോ എന്നാണ് ഇവർ ചോദിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഹീറോയിൻ അത് തെറ്റായി മനസ്സിലാക്കുന്നു. നമ്മളെ കൊന്നുകളയും, അതിനുശേഷം ഇവളുടെ കൂടെ സന്തോഷമായി ജീവിക്കും എന്നൊക്കെ ആലോചിക്കാൻ തുടങ്ങുകയാണ്. കുറച്ചു നേരത്തിൽ ഹീറോയിൻ ഈ സ്ഥലത്തേക്ക് വരികയാണ്. എവിടെ പോയി എന്ന് ഹീറോയിൻ ചോദിക്കുന്നുണ്ട്. ഈ കേബിളിനുള്ള സാധനം വാങ്ങാനായിട്ടാണ് പോയത് എന്ന് പറയാണ്. എങ്ങനെയെങ്കിലും ടി വിയിൽ ന്യൂസ് കാണണം എന്ന് കരുതുന്നു. ഇപ്പോൾ സെറ്റ് ചെയ്യാൻ എന്തൊക്കെയോ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴും ടി വി വർക്കാവുന്നില്ല. പോലീസ് എന്താണ് ചെയ്യുന്നതെന്ന് ഹീറോയ്ക്ക് അറിയില്ല. ഒരുപാട് നേരം നമ്മളിവിടെ നിൽക്കാൻ പാടില്ല, പോകണം എന്ന് ആലോചിക്കുകയാണ്. ഇപ്പോൾ ഉറങ്ങിക്കൊണ്ടിരുന്ന ഹീറോയിനെ വിളിച്ചുണർത്തുന്നു. ഇപ്പോൾ വേഗത്തിൽ ബാഗിൽ പണമൊക്കെ എടുത്തിടുന്നു. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം, വേഗത്തിൽ വാ എന്ന് പറയാണ്. ഇപ്പോൾ ബാഗ് ജീപ്പിൽ വെച്ചിട്ട് ഇവർക്കായി വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കേബിൾ വയർ ആ സ്ഥലത്ത് കട്ടായിരിക്കുന്നത് ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നത്. ഇതുകൊണ്ടാണ് കേബിൾ വർക്കാകാത്തത് എന്ന് പറഞ്ഞ് ആ സ്ഥലം റെഡിയാക്കുന്നു. ഇപ്പോൾ കേബിൾ വന്നു എന്ന് നോക്കാൻ ഉള്ളിൽ വരികയാണ്. ഇപ്പോൾ കേബിളൊക്കെ വരുന്നുണ്ട്. ന്യൂസാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസിൽ ഒരു സ്ത്രീ അഭിമുഖം നൽകുന്നുണ്ട്. ആ അഭിമുഖം കണ്ട ഉടനെ ഹീറോ ഭയങ്കരമായി ഷോക്കാവുന്നു. ഹീറോയിനെ തിരയുന്നു. ഹീറോയിൻ വീടിനുള്ളിൽ ഉണ്ടാവില്ല. ഇപ്പോൾ പുറത്തു വന്ന് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ പണം നോക്കാമെന്ന് വെച്ചാൽ ആ സ്ഥലത്ത് ബാഗ് കാണാനില്ല. ഹീറോയിൻ എവിടെ നിന്ന് ചുറ്റും തിരയുന്നുണ്ട്. ഹീറോയിൻ ഒരു മരത്തിൻ്റെ പിന്നിലാണ് ഒളിച്ചിരിക്കുന്നത്. ആ ബാഗ് എവിടെ എന്ന് ചോദിക്കുന്നു. ആ ബാഗിലുള്ള പണമൊക്കെ ഞാൻ കത്തിച്ചു കളഞ്ഞു എന്ന് കളിയാക്കി പറയുന്നു. ഇവർ കള്ളം പറയുകയാണെന്ന് അദ്ദേഹത്തിന് അറിയാം. ഇപ്പോൾ തോക്കെടുത്ത് മര്യാദയ്ക്ക് ഇവിടെ വച്ചിട്ടുണ്ടെന്ന് പറ എന്ന് ചോദിക്കുകയാണ്. അവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് കാർ ഷെഡ് കാണിക്കുന്നു. ഇദ്ദേഹം അവരെ കൂട്ടി കാർ ഷെഡിലേക്ക് വരികയാണ്. അവിടെയാണ് ബാഗ് ഉള്ളത്. എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് ഹീറോയെ വേഗത്തിൽ വീടിനുള്ളിലേക്ക് വലിച്ചുകൊണ്ട് വരുന്നു. ഹീറോയിനും ന്യൂസ് ഓടിക്കൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കുന്നു. ന്യൂസിൽ ഒരു സ്ത്രീ അഭിമുഖം നൽകിയില്ലേ, അവർ ഹീറോയിൻ്റെ അമ്മയാണ്. എൻ്റെ മകളെ മാത്രം ദയവ് ചെയ്ത് എൻ്റെ അടുത്ത് ഏൽപ്പിച്ചതാ എന്ന് രാജേന്ദ്രനോട് റിക്വസ്റ്റ് വയ്ക്കുന്നുണ്ട്. നിൻ്റെ അമ്മ മരിച്ചുപോയെന്ന് എന്നോട് പറഞ്ഞു, അപ്പോൾ ഇതെന്തിനാ പറയുന്നത് എന്ന് ഹീറോ ദേഷ്യപ്പെടുകയാണ്. എന്നോട് മൊത്തം എത്ര കള്ളമാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. സത്യത്തിൽ ഇവരുടെ അമ്മ ആ വീട്ടിലെ വേലക്കാരിയായിരുന്നു. വിക്രമുമായി അഫെയർ ഉണ്ടായിട്ടാണ് ഇവർ ജനിച്ചത്. പക്ഷേ വിക്രമിൻ്റെ വീട്ടിൽ വേലക്കാരിയെ പോലെയാണ് ഇവർ കഴിയുന്നത്. ഇതെല്ലാം ഹീറോയ്ക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഹീറോ പറയുന്നുണ്ട്, ഇതിനുശേഷം നീയും ഞാനും ഒന്നിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് രണ്ടുപേർക്കും വേറെ വേറെ വഴി പോയി കളയാം, ഞാൻ പകുതി പണം മാത്രം എടുക്കുകയാണ് എന്ന് പറയാണ്. ഇദ്ദേഹം കഴുത്ത് ഞെരിക്കുന്നതുകൊണ്ട് ഹീറോയിനെ ഒന്നും മിണ്ടാൻ കഴിയാതെ താഴെ വീണ് കിടക്കുകയാണ്. ഹീറോയും പകുതി പണം എടുത്ത് പോകാം എന്ന് കരുതാണ്. ഇപ്പോൾ പകുതി പണം എടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ബാഗ് എടുത്ത് പോകാം എന്ന് കരുതാണ്. വാതിൽക്കലെത്തുമ്പോൾ ഇദ്ദേഹത്തിന് ചെറിയ വിഷമം തോന്നുന്നുണ്ട്. ശരി, എന്തായാലും നോക്കിയിട്ട് പോകാമെന്ന രീതിയിൽ അവരുടെ അടുത്തേക്ക് വരുന്നു. അവരുടെ ശരീരം തീ പോലെ തിളക്കുകയാണ്. ഇദ്ദേഹത്തിന് ഏത് മരുന്ന് കൊടുത്താൽ മാറുമെന്ന് അറിയാമല്ലോ. ഇപ്പോൾ ഇവർക്ക് ആവശ്യമായ മരുന്ന് നൽകുന്നു. ഇവരെ കുടിച്ച് ശരീരം നശിപ്പിക്കരുത് എന്ന് കരുതാണ്. അതുകൊണ്ട് മദ്യക്കുപ്പികളെല്ലാം സിങ്കിനുള്ളിൽ ഒഴിച്ചു കളയുന്നു. ഇപ്പോൾ നമുക്ക് പോവാമെന്ന രീതിയിൽ ജീപ്പ് എടുത്ത് ഇവിടെ നിന്നും പോകുന്നു. കുറച്ചു നേരത്തിൽ പനിയൊക്കെ കുറഞ്ഞ് ഹീറോയിനും എഴുന്നേൽക്കുന്നുണ്ട്. ഹീറോ എവിടെയെന്ന് ചുറ്റും നോക്കുന്നു. ഹീറോ പോയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇവർക്ക് പകുതി പണം വെച്ചിട്ടാണ് പോയിരിക്കുന്നത് എന്നും മനസ്സിലാവുന്നു. ഇവർ പണമൊന്നും കാര്യമാക്കുന്നില്ല. മദ്യം ഒളിപ്പിച്ചു വെച്ചില്ലേ, അതെടുത്ത് ഈ സ്ഥലത്ത് കുടിച്ചുകൊണ്ടിരിക്കുന്നു. ഗജ്ര ഉണ്ടല്ലോ, തിരിച്ച് ട്രാവൽ ചെയ്ത് സിറ്റിയിലേക്ക് വരുന്നു. ഒരു മീഡിയ ലേഡിയെ കാണാനായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ്. കട്ട് ചെയ്ത് നമ്മുടെ ഹീറോയെ കാണിക്കുന്നു. ഹീറോ അവരെ വിട്ട് അകന്നു പോകണം എന്നുള്ളത് കൊണ്ടാണ് വരുന്നത്. പക്ഷേ വഴിയിൽ വെച്ച് തന്നെ ഇദ്ദേഹത്തിൻ്റെ മനസ്സ് മാറുന്നു. കാരണം ഇദ്ദേഹമാണല്ലോ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് വണ്ടി തിരിച്ച് ആ സ്ഥലത്തേക്ക് പോവാണ്. ഹീറോയിനും തിരിച്ച് അവരെ കാണാനായി വീടിനുള്ളിൽ കയറുന്നു. അവർ തോക്കുമായിരിക്കുകയാണ്. ഇപ്പോൾ ആ തോക്ക് വെച്ച് ഇദ്ദേഹത്തിൻ്റെ വയറ്റിലേക്ക് ഷൂട്ട് ചെയ്യുന്നു. എന്നെ കറക്റ്റായി ഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ നോക്കി കളിയാക്കി ചോദിക്കുന്നുണ്ട്. ഇദ്ദേഹവും മുറിവേറ്റതുപോലെ ആ സ്ഥലത്ത് വീഴുന്നുണ്ട്. എന്തിനാണ് ഷൂട്ട് ചെയ്തതെന്ന് ഇപ്പോഴാണ് ഇവർ പറയാൻ തുടങ്ങുന്നത്. നിന്റെ കാമുകി എന്താണ് പറയുന്നതെന്ന് നീ തന്നെ കേൾക്ക് എന്ന് പറഞ്ഞ് ന്യൂസ് വയ്ക്കുന്നു. ആ ന്യൂസിൽ ഗജ്രയാണ് അഭിമുഖം നൽകുന്നത്. രാജേന്ദ്രന് വേണ്ടി എൻ്റെ ഭർത്താവിനെ വരെ ഉപേക്ഷിച്ച് വന്നതാണ്. ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ച് സന്തോഷമായി ജീവിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എന്നെ നന്നായി പറ്റിച്ചു. എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പണം വാങ്ങി പറ്റിച്ചതുപോലെ ആ കുട്ടിയെയും പറ്റിക്കാൻ പോവാണ്. തിരിച്ച് അദ്ദേഹത്തെ എൻ്റെ കൂടെ നിങ്ങളാണ് ചേർത്ത് വെക്കേണ്ടത് എന്നൊക്കെ സംസാരിക്കുന്നു. ഇത് കണ്ടിട്ടാണ് ഹീറോയിൻ ദേഷ്യപ്പെട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഹീറോ പറയുന്നുണ്ട്, അവൾ കള്ളം പറയുകയാണ്, അവളെ കല്യാണം കഴിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറയുന്നു. എന്നാൽ ഈ കാര്യം ഹീറോയിൻ സമ്മതിക്കുന്നില്ല. ഈ പണത്തിന് വേണ്ടിയിട്ടല്ലേ എന്നെ പറ്റിച്ചത്, ഈ പണം എല്ലാം തീയിലിടാണ് എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ കൺമുന്നിൽ വെച്ച് തീയിലിടുന്നു. അതേപോലെ ഇപ്പോൾ അമ്മയ്ക്ക് കോൾ ചെയ്യുന്നുണ്ട്.
ഞാൻ ഈ സ്ഥലത്താണുള്ളത്, വേഗത്തിൽ വാ എന്ന് പറയുന്നു. അങ്ങനെ സംസാരിച്ചവർ അതേ സ്ഥലത്ത് കിടന്നുറങ്ങുന്നു. ഉറങ്ങിക്കൊണ്ടിരിക്കുന്നവർക്ക് ഒരു ഘട്ടത്തിൽ ഉണർവ് വരുന്നുണ്ട്. ഹീറോ എവിടെയെന്ന് നോക്കിയാൽ ഹീറോയെ കാണാനില്ല. അതിനുള്ളിൽ ഹീറോ എവിടെ പോയി എന്ന് ഷോക്കാവുന്നുണ്ട്. ഇപ്പോൾ ഹീറോയെ അന്വേഷിച്ച് പുറത്തു വരുന്നുണ്ട്. ഹീറോ ഇഴഞ്ഞുകൊണ്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു മരത്തിൽ ചാരിയതുപോലെയാണ് ഇരിക്കുന്നത്. ഹീറോ അനക്കമില്ലാതെ ഇരിക്കുകയാണ്. ഇത് കാണുന്ന ഹീറോയിൻ ഷോക്കാവുന്നു. തണുപ്പ് കാരണമാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ഇവർക്ക് മനസ്സിലാവുന്നു. ഇവർ വേഗത്തിൽ ഇവരിട്ടിരിക്കുന്ന സ്വെറ്റർ അദ്ദേഹത്തിന്റെ മേൽ ഇട്ട് കൊടുക്കുന്നു. അതേപോലെ തിരിച്ച് അമ്മയ്ക്ക് കോൾ ചെയ്യുന്നുണ്ട്. വേഗത്തിൽ വാ, ജീവന് വേണ്ടി ഇവൻ പോരാടുകയാണ് എന്നൊക്കെ പറയാണ്. ഹീറോയ്ക്ക് തണുക്കരുത് എന്നുള്ളത് കൊണ്ട് കെട്ടിപ്പിടിച്ചിരിക്കുന്നു. രാവിലെ സമയത്താണ് ആളുകൾ ഈ സ്ഥലത്തേക്ക് വരുന്നത്. ആളുകൾ വന്ന് നോക്കുമ്പോൾ അവർ രണ്ടുപേരും അനക്കമില്ലാതെ ഇരിക്കുകയാണ്. ഇപ്പോൾ ആളുകളും അടുത്തു വന്ന് എന്താ ഏതാ എന്ന് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. നോക്കുമ്പോൾ ആ സ്ഥലത്ത് ഹീറോയിൻ മരിച്ചുപോയി എന്ന് മനസ്സിലാവുന്നു. ഹീറോയും മരിച്ചുപോയി എന്നതാണ് കരുതുന്നത്. എന്നാൽ ഹീറോയുടെ ശരീരത്തിൽ ഇപ്പോഴും അനക്കമുണ്ട്. ഹീറോയ്ക്ക് ജീവനുണ്ടെന്ന് മനസ്സിലാവുന്നു. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് വേഗത്തിൽ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഗജ്ജറയും എന്നെ പറ്റിച്ചില്ലേ എന്നൊക്കെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട്. മാധുരിയെ കൊന്ന കേസിനായി ഹീറോ ഇപ്പോൾ ജയിലിൽ ശിക്ഷ അനുഭവിക്കുകയാണ്. ഇദ്ദേഹത്തെ കാണാനായി ഈ സ്ഥലത്തേക്ക് ഗജ്ജറ ഇടയ്ക്കിടെ വരും. അങ്ങനെ വന്ന ഗജ്ജറ ഉണ്ടല്ലോ, എന്നെ പറ്റിക്കാൻ നോക്കിയാൽ നിനക്ക് ഇത് ആവശ്യമാണ്, രാത്രി സമാധാനമായി ഉറക്കം വരില്ലല്ലോ, ഈ ഉറക്ക ഗുളിക വെച്ചോ എന്ന് പറഞ്ഞ് ഗുളികയൊക്കെ നൽകുന്നു. അതിനുശേഷം ഇവിടെ നിന്ന് പോവുകയാണ്. ഇവിടെ കട്ട് ചെയ്ത് നമ്മൾ വിക്രമിനെ കാണുന്നു. വിക്രം ഇപ്പോഴും ഹോസ്പിറ്റലിൽ സീരിയസ് കണ്ടീഷനിലാണ്. ഖുറാനെയാണ് അടുത്തിരുന്ന് അദ്ദേഹത്തെ നോക്കുന്നത്. ഇപ്പോൾ ഹീറോയെ തിരിച്ച് സെല്ലിനുള്ളിലേക്ക് കൊണ്ടുവന്ന് കിടക്കാൻ പറയുന്നു. ഹീറോ അവർ തന്ന ഗുളിക ബെഡ്ഷീറ്റിനടിയിൽ വെക്കുകയാണ്. അങ്ങനെ വെക്കുമ്പോൾ നേരത്തെ തന്നെ ഒരുപാട് ഗുളികകൾ അവിടെ ഇരിക്കുന്നത് കാണാം. സോ അവർ തന്ന ഗുളിക ഓരോ പ്രാവശ്യവും ഇദ്ദേഹം കഴിക്കുന്നില്ല എന്നാണ് നമ്മളെ കാണിക്കുന്നത്. ഇതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നു. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? സിനിമയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.